ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് മുതൽ 1.5 ഗ്ലാസ് വരെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ചേർക്കാനായിട്ട് സേമിയയുടെ മിക്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ പഞ്ചസാര ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ 1 ഗ്ലാസ് ചേർക്കുന്നത്. നിങ്ങളല്ലാതെയാണ് എടുക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതുപോലെ നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുത്ത മിക്സിലേക്ക് പാല് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കണം. ആദ്യം കട്ടയൊക്കെ ഉണ്ടാവും, അതിൻ്റെ ടെൻഷനൊന്നും അടിക്കേണ്ട, കട്ടയായി പോകുന്നില്ല. നന്നായിട്ട് ശ്രമിച്ച് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കുറച്ചായിട്ട് പാല് ചേർത്ത് കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി അത് തിളച്ച് വരുന്ന സമയത്ത് ഒരു 50 ഗ്രാമോളം വെർമസലി, അതായത് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കറുവപ്പട്ടയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് 2 ക്യാരറ്റ് പുഴുങ്ങി അരച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് 50 ഗ്രാമോളം സാഗോസോഡ, അതായത് നമ്മുടെ സാബൂനരി വേവിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരുന്നവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അടിയിൽ പിടിക്കാതെ. ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിനകത്ത് ഇട്ട കറുവപ്പട്ട ഞാനങ്ങ് മാറ്റുന്നുണ്ടേ. പായസം നന്നായിട്ട് കുറുകി വരുമ്പം ആവശ്യത്തിനനുസരിച്ച് മധുരത്തിൻ്റെ നോക്കിയിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടത്തിനനുസരിച്ച് കുറുക്കിയെടുക്കണേ. ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ച് ചേർത്തിട്ടില്ല, അത് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കറുവപ്പട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഒരു രീതിയിൽ പായസം ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി തീർച്ചയായും ഇതുപോലെ തന്നെ പിന്നെ ഉണ്ടാക്കുകയുള്ളൂ. ഏതെങ്കിലും റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത ബെൽ ബട്ടൺ